തത്തമ്മയും മക്കളും അധികം പൊക്കമില്ലാത്ത ഒരു ആഞ്ഞിലി മരക്കൊമ്പിലാണ് തത്തമ്മ താമസിച്ചിരുന്നത്. കുറച്ചു ദിവസം മുമ്പ് തത്തമ്മ 3 മുട്ടകൾ ഇട്ടു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിയുന്നതും കാത്ത് മുട്ടയിൽ അടയിരിപ്പാണ് തത്തമ്മ. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൊതിയൻ കണ്ടംപൂച്ച ആഞ്ഞിലി മരത്തിനടിയിൽ വരുന്നു. കുറച്ചു ദിവസമായി ഭക്ഷണമൊന്നും കിട്ടാത്തതിനാൽ വിശന്നു തളർന്നാണ് ആശാന്റെ വരവ്. വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അയ്യടാ, തത്തമ്മയുടെ കൂട്. ഏതായാലും തത്തയുടെ കൂടൊന്ന് പരിശോധിച്ചു കളയാം. പറക്കാൻ പറ്റാത്ത വല്ല കുഞ്ഞുങ്ങളുമുണ്ടെങ്കിൽ തൽക്കാലം വിശപ്പുണ്ടായിട്ട്. കണ്ടംപൂച്ച മെല്ലെ മരത്തിൽ പിടിച്ചു കയറി. തത്തമ്മ ഇത് കണ്ടു. അവളുടെ നെഞ്ചുടിച്ചു. കണ്ടംപൂച്ച തന്നെ മുട്ടകളെല്ലാം തിന്നത് തന്നെ, അല്ലെങ്കിൽ ഉടനെ എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കണം. അല്ല, പൂച്ചയമ്മാവൻ എന്താണ് ഈ വഴിക്ക്? ഞങ്ങളെയൊക്കെ മറന്നുപോയോ? പൂച്ചയ്ക്ക് ഒന്നും മനസ്സിലായില്ല. താൻ എങ്ങനെ ഈ തത്തയുടെ അമ്മാവനായി? അമ്മാവൻ ഞങ്ങളെ ഓർക്കുന്നില്ലേ? അതോ പൂച്ചയമ്മായി ഞങ്ങളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇത്രയും പറഞ്ഞ് തത്ത 2 പഴങ്ങളെടുത്ത് പൂച്ചയമ്മാവന് തിന്നാൻ കൊടുത്തു. അമ്മാവന് വലിയ ക്ഷീണമാണല്ലോ, ഇത് തിന്നോളൂ. ഇപ്പോൾ ഇവിടെ ഞാനും 3 മുട്ടകളും മാത്രമേ ഉള്ളൂ. മുട്ടകൾ ഉടനെ വിരിയും. കുഞ്ഞുങ്ങളെ കാണാൻ അമ്മാവൻ തീർച്ചയായും വരണേ. പെട്ടെന്ന് കണ്ടംപൂച്ചയ്ക്ക് തോന്നി തൽക്കാലം അമ്മാവനായിട്ട് അഭിനയിക്കാം. പഴങ്ങൾ തിന്നാൽ വിശപ്പ് മാറും. പിന്നെ മുട്ട വിരിഞ്ഞിട്ട് വരാം. 3 ഒരുമിച്ച് കിട്ടുമല്ലോ. ഇപ്പോഴും ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട്. പൂച്ചമ്മ നിന്നെക്കുറിച്ച് എപ്പോഴും പറയും. എന്നാൽ ഞാൻ മുട്ട വിരിഞ്ഞിട്ട് വരാം. എന്താ? പഴങ്ങൾ ചാപ്പിട്ട പൂച്ച യാത്ര പറഞ്ഞ് താഴേക്കിറങ്ങി. 2-3 ദിവസം കഴിഞ്ഞു. കണ്ടൻ പിന്നെയും വിശന്ന് വളഞ്ഞ് നടപ്പാണ്. നടന്ന് ആഞ്ഞിലിമരത്തിൻ്റെ ചുവട്ടിലെത്തി. അപ്പോൾ തത്തയുടെ മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ടാവുക. കയറി നോക്കാം. പൂച്ച മെല്ലെ മരത്തിൽ കയറി. പൂച്ചയുടെ വരവ് തത്തമ്മ കണ്ടു. അവൾക്ക് വലിയ വിഷമമായി. ഇപ്രാവശ്യം പൂച്ചയെ എങ്ങനെ പറ്റിക്കും? എന്തായാലും അരക്കൈ നോക്കുക തന്നെ. കുഞ്ഞുങ്ങളെ, ഇത് കണ്ടോ, നിങ്ങളുടെ പൂച്ചയമ്മാവൻ വരുന്നുണ്ട്. അമ്മ പറയാറില്ലേ നല്ല സ്നേഹമുള്ള പൂച്ചയമ്മാവനെ കുറിച്ച്? ആ അമ്മാവനാണിത്. ഇത് കേട്ട് കുഞ്ഞുങ്ങൾ തലയുയർത്തി നോക്കി. കണ്ടംപൂച്ച നാവ് നീട്ടി ചുണ്ടൊക്കെ നക്കി തുടച്ചു വരുന്നു. അപ്പോഴേക്ക് അവർ അടുത്തെത്തി. ഞാൻ നിങ്ങളുടെ അമ്മാവനൊന്നുമല്ല തത്തമ്മേ. എനിക്കിപ്പോൾ നിങ്ങൾ 3 തിന്നണം. വന്നപാടെ പൂച്ച തന്റെ നയം വ്യക്തമാക്കി. ഉടനെ തത്ത പൂച്ചയുടെ മുന്നിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, അത് മാത്രം പറയരുത്. അമ്മാവനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ അമ്മാവ, അങ്ങേക്ക് കുഞ്ഞുങ്ങളെ തിന്നണമുണ്ടെങ്കിൽ അത് പറയും. ഇവ ഇത്തിരി കൂടി വലുതാവട്ടെ. മത്തങ്ങ വരുമാവുമ്പോൾ വരാം. ശരി, ലാഭമുള്ള കാര്യമല്ലേ. പൂച്ച ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂച്ച മത്തങ്ങ തത്തകളെ കാണാൻ വന്നു. പല്ലും നഖവും ഒക്കെ കൂർപ്പിച്ച് അവൻ തത്ത കൂട്ടിനകത്തേക്ക് ചെന്നു. അപ്പോഴല്ലേ രസം. തത്ത കുഞ്ഞുങ്ങൾ അപ്പോഴേക്കും പറക്കാൻ പഠിച്ചു കഴിഞ്ഞു. തത്ത മുകളിലിരുന്ന് വിളിച്ചു പറഞ്ഞു, എടാ മണ്ടം പൂച്ച, ഇനി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ മരം വിട്ടു പോവുകയാണ്. ഇതുവരെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ നിന്നെ അമ്മാവനാക്കിയത്.